ശ്രീഗുരുഭ്യോ നമ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീകൃഷ്ണചരിതത്തിലേക്ക് തന്നെ കടക്കാം. ശ്രീ ഭഗവാൻ തുടർന്നു. മൂന്നാമത്തേതായ വാനപ്രസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുന്നവൻ ഭാര്യയെ മക്കളെ ഏൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ കൂടെ കൊണ്ടോ വനത്തിൽ പോകണം. വനത്തിൽ നിന്ന് കിട്ടുന്ന ഫലമൂലാദികൾ കൊണ്ട് ജീവിക്കണം. തനിക്ക് വേണ്ടത് താൻ തന്നെ അന്നന്ന് ശേഖരിക്കണം. നാളത്തേക്കൊന്നും കരുതി വയ്ക്കരുത്. ഉള്ളതുകൊണ്ട് യദൃശ്ചയാ വരുന്ന അതിഥികളെയും സൽക്കരിക്കണം. മരപുരിയോ തോലോ ധരിക്കണം. 3 നേരവും മുങ്ങിക്കുളിക്കണം. ശരീരത്തിലെ ചളി കളയാൻ ശ്രദ്ധിക്കരുത്. ക്ഷൗരം, നഖമുറിക്കൽ, ദന്തധാവനം എന്നിവ വർജിക്കണം. വെറും നിലത്ത് കിടക്കണം. ഉഷ്ണകാലത്തിൽ പഞ്ചാഗ്നി മധ്യത്തിലും മഴക്കാലത്തിൽ മഴ നനഞ്ഞും മഞ്ഞുകാലത്തിൽ കഴുത്തോളം വെള്ളത്തിലും ഇരുന്ന് തപസ്സു ചെയ്യണം. ശീതോഷ്ണാദികളെ അറിയുന്ന മനസ്സിനെ ഭഗവത് പാദമൂലങ്ങളിൽ ഉറപ്പിച്ചാൽ ആ വക ബാധകൾ അറിയുകയില്ല. മനസ്സിന്റെ ചാഞ്ചാട്ടം നിലച്ച് ശാന്തി അനുഭവമാകും. തീയിൽ ചുട്ട കിഴങ്ങുകളോ പാകം വന്ന പഴങ്ങളോ ഉമികളഞ്ഞ ധാന്യങ്ങളോ ഭക്ഷിക്കാം. പ്രാണിഹിംസ ചെയ്ത് എന്നെ യജിക്കരുത്. അഗ്നിഹോത്രാദികൾ മുമ്പ് ചെയ്തു വന്നതുപോലെ തുടരണം. ഇപ്രകാരം നിഷ്കാമമായ തപസ്സിന്റെ ഫലമായി ദേഹം ശോഷിച്ച് മരണാനന്തരം ഋഷിലോകം വഴി എന്നെ പ്രാപിക്കാം. അതല്ലാതെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതും പരമഫലപ്രദവുമായ തപസ്സിനെ തുച്ഛസുഖങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നതിനേക്കാൾ മൂഢൻ മറ്റാരും ഇല്ല. ഇപ്രകാരം സ്വധർമ്മം തുടരാൻ ശക്തിയില്ലാതെ ജരയും വിറയിലും ബാധിച്ച അവശനായാൽ പിന്നെ ജീവിച്ചിരിക്കുന്നത് കഷ്ടമാണ്. ബാഹ്യത്തിൽ ചിത കൂട്ടിയോ ധാരണ കൊണ്ട് ഹൃദയത്തിൽ അഗ്നി ജ്വലിപ്പിച്ചോ ശരീരം ഉപേക്ഷിക്കാം. 4-ാമത്തേത് സന്യാസാശ്രമമാണ്. ദൃഢമായ വിഷയവൈരാഗ്യമുണ്ടായി കഴിഞ്ഞാൽ ഏത് ആശ്രമത്തിൽ ഇരുന്നാലും സന്യസിക്കാം. അതിനും പ്രാരംഭ വിഘ്നങ്ങൾ പലതും വരാം. മനുഷ്യൻ സന്യസിക്കുന്നത് ദേവന്മാർക്ക് ഇഷ്ടമല്ല. കാരണം അവർക്ക് യജ്ഞഭാഗങ്ങൾ നഷ്ടപ്പെടുമല്ലോ. അതിനാൽ അവർ ഭാഷ പുത്രാദി രൂപത്തിൽ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പിന്തിരിപ്പിക്കാൻ പാടുപെടും. അതിനെ കൂട്ടാക്കരുത്. കൗപീനം മറയ്ക്കാൻ മാത്രമൊരു വസ്ത്രവുമായി ഇറങ്ങിത്തിരിക്കണം. നടക്കുമ്പോൾ കാലടിയിൽപ്പെട്ട് ഒരു പ്രാണിയും നശിക്കാതെ സൂക്ഷിക്കണം. വസ്ത്രം കൊണ്ട് ജലം അരിച്ചു കുടിക്കണം. സത്യമേ പറയാവൂ. നിർദോഷമായ പ്രവൃത്തിയെ ചെയ്യാവൂ. മിതഭാഷണമാകുന്ന വാഗഭണ്ഡം, ശരീരം നിലനിൽക്കാൻ മാത്രം പ്രവർത്തിക്കുക എന്ന ശരീരദണ്ഡം, മനസ്സിനെ ആത്മാവിൽ നിന്നും ചലിക്കാതെ നിലനിർത്തുന്ന മനോദണ്ഡം എന്നിവയാണ് ത്രിദണ്ഡം. ഇവയെ പാലിക്കണം. ഇങ്ങനെയല്ലാതെ 3 കമ്പുള്ള ഒരു മുളവടി ധരിച്ചതുകൊണ്ട് മാത്രം ത്രിദണ്ഡിയാകുന്നില്ല. മുൻകൂട്ടി നിശ്ചയിക്കാത്ത 7 വീടുകളിൽ നിന്നും ഭിക്ഷ വാങ്ങി അന്നേക്ക് തൃപ്തിപ്പെടണം. സന്യാസിക്ക് ജാതിമത ഭേദമില്ല. എവിടെ നിന്നും ഭക്ഷണം വാങ്ങാം, ഭിക്ഷയും വാങ്ങാം. എന്നാൽ പതിതരും മഹാപാതകികളുമായുള്ളവരുടെ ഗൃഹത്തിൽ നിന്നും ഭിക്ഷ വാങ്ങരുത്. ഗ്രാമത്തിൽ നിന്ന് പുറത്ത് ജലസമീപം പോയി അതിഥികൾക്ക് ഭാഗിച്ചു കൊടുത്ത ശേഷം ഭിക്ഷാണം ഭുജിക്കണം. ആത്മാരാമനും അസംഗനുമായി ഒറ്റയ്ക്ക് സഞ്ചരിക്കണം. കഴിയുന്നതും സമയം ഏകാന്തത്തിൽ ഇരുന്ന് എന്നെ ധ്യാനിക്കണം. സുഖം തേടി നടക്കുന്ന മനസ്സിനെ സുഖ സ്വരൂപനായ എന്നിൽ ഉറപ്പിക്കണം. ഭിക്ഷയ്ക്ക് മാത്രമേ ജനമധ്യത്തിൽ പോകാവൂ. മറ്റു സമയങ്ങളിൽ പുണ്യതീർത്ഥം, നദീതീരം, വനം, ക്ഷേത്രം, ആശ്രമം എന്നിവിടങ്ങളിൽ കഴിച്ചുകൂട്ടണം. കാണപ്പെടുന്ന വസ്തുക്കളെല്ലാം നശ്വരമാണെന്ന ബോധം ഉറച്ചാൽ അനാസക്തി ഉണ്ടാകും. പിന്നെ ഒരു വസ്തുവും തന്നെ മോഹിപ്പിക്കുകയില്ല. വാനപ്രസ്ഥനിൽ നിന്നും സന്യാസി ഭിക്ഷ സ്വീകരിക്കണം. അത് വളരെ ശുദ്ധമാണ്. അത് കിട്ടാതെ വരുമ്പോൾ മാത്രമേ ഗൃഹങ്ങളിൽ നിന്ന് വാങ്ങാവൂ. ജ്ഞാനനിഷ്ഠനോ പ്രേമീഭക്തനോ ആയ സന്യാസിക്ക് ആശ്രമവിധികളൊന്നും ബാധകമല്ല. അവൻ സർവസമർത്ഥനാണ് എങ്കിലും ബാലനെ പോലെ കളിച്ചു നടക്കും. മഹാവിവേകിയാണ് എങ്കിലും ഭ്രാന്തനെ പോലെ സംസാരിക്കും. ഒരു സങ്കല്പവുമില്ലാതെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നടക്കും. കാമ്യങ്ങളെയും പാഖണ്ഡ വൃത്തിയെയും ഒന്നുപോലെ നിരസിക്കും. സന്യാസി വൈദിക കർമ്മങ്ങളുടെ ഗുണങ്ങളെ സ്തുതിച്ച് നടക്കരുത്. നിഷേധിക്കുന്ന ഹേതുവാദിയും ആകരുത്. ശുഷ്കവാദം ചെയ്യരുത്. തർക്കിക്കുന്ന 2 കക്ഷികളിൽ ഒന്നിലും ചേരരുത്. ജനസമുദായത്തെ വെറുക്കരുത്. അവർ തന്നെ വെറുക്കാനും ഇടവരരുത്. താൻ ആരെയും അപമാനിക്കരുത്. ആരെങ്കിലും തന്നെ നിന്ദിച്ചാൽ സഹിക്കണം. ദേഹാഭിമാനം കൊണ്ടാണ് മാനാപമാനങ്ങൾ തോന്നുന്നത്. ദേഹം നിശ്ചയമായും നശിക്കും. അതിനുവേണ്ടി മൃഗങ്ങളെ പോലെ മത്സരിച്ച് ദ്വേഷിക്കുന്നത് ഭോഷത്വമാണ്.
ആത്മാവായ താൻ തന്നെയാണ് ജീവരൂപേണ എല്ലാ ദേഹങ്ങളിലും അഭേദമായി സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമതൊന്നില്ല. താൻ തന്നോട് തന്നെ മത്സരിക്കാറില്ലല്ലോ. ദേഹങ്ങളാണെങ്കിൽ ജഡങ്ങളുമാണ്. ജഡങ്ങൾ തമ്മിലും മത്സരം സാധ്യമല്ല. അതിനാൽ പരസ്പര വൈര്യത്തിന് ഒരു വഴിയും കാണുന്നില്ല. ഇങ്ങനെ അനുസന്ധാനം ചെയ്ത് അന്യരോടുള്ള മത്സരബുദ്ധി ഉപേക്ഷിക്കണം. ഭക്ഷണാദികൾ കാലാകാലങ്ങളിൽ കിട്ടിയാൽ സന്തോഷിക്കുകയോ ഇല്ലെങ്കിൽ സങ്കടപ്പെടുകയോ വേണ്ട. രണ്ടും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട പ്രാരബ്ധമാണ്. അതിനെ അന്യതാകരിക്കുവാനും സാധ്യമല്ല. എന്ന് വെച്ച് ഭിക്ഷയെടുക്കേണ്ട എന്നർത്ഥമല്ല. ശരീരം നിലനിൽക്കാൻ ഭക്ഷണം വേണം. പ്രാരബ്ധവശാൽ പ്രാപ്തമാകുന്ന അന്നവസ്ത്രാദികൾ സ്വീകരിച്ച് തൃപ്തിപ്പെട്ടു കൊള്ളണമെന്ന് താൽപ്പര്യം. രൂഢൻ ശൗച സ്നാനാദികളും മറ്റു നിയമങ്ങളും ചെയ്യുന്നത് ലോകസംഗ്രഹത്തിനാണ്. അത് വേദവാക്യങ്ങളെയോ രാജശിക്ഷയെയോ ഭയപ്പെട്ടിട്ടല്ല. അവൻ സർവേശ്വരനായ എന്നെപ്പോലെ ലീലയായി എല്ലാം ചെയ്യുന്നു. ആ പ്രവൃത്തികളിൽ രാഗദ്വേഷാദികളോ ഫലേച്ഛയോ ഇല്ല. വിഷയവൈരാഗ്യമുണ്ടായിട്ടും ആത്മസാക്ഷാത്കാരം ലഭിക്കാത്ത മുമുക്ഷു ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ ആശ്രയിക്കണം. ആ ഗുരു ഞാൻ തന്നെയാണ്. ഗുരു ഉപദേശം ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചാൽ ഗുരുകൃപയാൽ ഗുരുവിൻ്റെ നില ശിഷ്യനും കൈവരും. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിരോധിക്കാത്തവന് വിഷയവൈരാഗ്യമോ തത്വജ്ഞാനമോ സിദ്ധിക്കുകയില്ല. പക്വത വരാതെ സന്യാസി വേഷം കെട്ടുന്നവൻ ദേവന്മാരെയും അന്തരാത്മാവായ എന്നെയും വഞ്ചിക്കുന്നവനാണ്. ജനങ്ങളെ വഞ്ചിച്ച് ഉപജീവനം കഴിക്കുന്നത് മാത്രമായിരിക്കും അവൻ്റെ ലക്ഷ്യം. ഗൃഹസ്ഥവൃത്തിയിലും സന്യാസവൃത്തിയിലുമുള്ള ധർമ്മത്തെ ചെയ്യാത്ത അവൻ ഉഭയഭൂഷ്ടനായി തീരുന്നു. അതിനാൽ അത്രത്തോളം വൈരാഗ്യം വന്നിട്ടേ സന്യസിക്കാവൂ. സന്യാസികളുടെ ധർമ്മം ശമവും അഹിംസയും, വാനപ്രസ്ഥന്റെ ധർമ്മം തപസ്സും തത്വചിന്തനവും, ഗൃഹസ്ഥന്റെ ധർമ്മം പഞ്ചയജ്ഞാനുഷ്ഠാനവും, ബ്രഹ്മചാരിയുടെ ധർമ്മം ഗുരു ശുശ്രൂഷയുമാകുന്നു. ഈ ധർമ്മങ്ങളെ ശരിയായി അനുഷ്ഠിക്കുന്നതിൻ്റെ ഫലമായി സർവഭൂതങ്ങളിലും അഭേദമായി വർത്തിക്കുന്ന എൻ്റെ സാന്നിധ്യം അറിഞ്ഞ് എന്നിൽ ദൃഢഭക്തിയുണ്ടാകും. ആ ഭക്തി അവനെ മരണാനന്തരം എൻ്റെ പാദമൂലത്തിൽ എത്തിക്കും. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.